ഗൈസ്, ഗുഡ് മോർണിംഗ്. കുറച്ച് കാലത്തെ ബ്രേക്കിന് ശേഷം ഞാൻ ഇതൊന്ന് ആദ്യം പറഞ്ഞോട്ടെ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. കുറച്ച് കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് ഞാൻ ആക്ച്വലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഗെറ്റിംഗ് ബാക്ക് ടു റുട്ടീൻ എന്നൊന്നും ഒരിക്കലും ഇതിന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കാലം ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്കിന് ശേഷമാണെങ്കിലും എഫേർട്ട്ലെസ്ലി എനിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ്. ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഉഷാറായി ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം. സത്യം പറഞ്ഞ ഒരു 7:30 ഒരു കോളിംഗ് ബെല്ല് കേട്ട് ഇതിന് മുന്നേ ദിവസം ഒന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. നമുക്കിന്നൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു 7:30 ഇവിടെ കുക്കർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ടുപേരും ഇതിനെപ്പറ്റി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ പരിപാടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിളച്ച വെള്ളം ഇനി ടാപ്പിൽ കിട്ടും. കെറ്റിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടാപ്പിൽ തന്നെ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള തിളച്ച വെള്ളം കിട്ടും. കുട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം എപ്പോഴും വരുമല്ലോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇത്ര എളുപ്പത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം സേവ് ചെയ്യാമല്ലോ. അപ്പോൾ കുക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഇന്ന് രാവിലെ ആയിരുന്നു അതിൻ്റെ അപ്പോയിൻമെൻറ്റ്. പുള്ളി വന്നു, ഒരു 1/4 മണിക്കൂറിൽ അത് ഫിക്സ് ചെയ്തു. അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന സംഗതികളെല്ലാം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഒതുക്കി റെഡിയാക്കി വെക്കണം. വിൻ്റർ ആയിരുന്ന സമയത്ത് തീരെ വീടിൻ്റെ ജനൽ തുറന്നിടുക എന്നുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അത് വീടിൻ്റെ അകത്ത് എയർ ക്വാളിറ്റീനെ നല്ലോണം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഇവിടെ ഇങ്ങനെ ജർമ്മൻസൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. വിൻ്റർ ആണെങ്കിലും വീടിൻ്റെ ക്രോസ് വെന്റിലേഷൻ എല്ലാം ഒരു 5 മിനിറ്റെങ്കിലും അവർ ഡെയിലി ഒന്ന് തുറന്നിട്ട് അടയ്ക്കും. അതായത് വീട്ടിലെ എയറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ ഇത് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി തൊട്ടത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ സമ്മറായി കഴിഞ്ഞാൽ രാവിലെ കുറച്ച് നേരം ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായു നല്ലോണം ഒന്ന് സഞ്ചരിച്ച് വീടിൻ്റെ അകത്ത് എയർ ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് ഒരു പ്രഗ്നൻസി പില്ലോ ആണ് കേട്ടോ. ആ 2 പിന്നെ ഈ സൈഡിൽ കിടക്കുന്ന ഒന്നും കൂടെ ചേർന്നിട്ട് ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അതൊരു പ്രഗ്നൻസി പില്ലോ ആണ്. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അത്യാവശ്യം കുറച്ച് വയറൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രഗ്നൻസി പില്ലോ ഇല്ലേ, അത് ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2-3 രാത്രികൾ ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കത് അത്ര വർക്കായില്ല കേട്ടോ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയില്ലേ. എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് കഴുത്തൊക്കെ കുറച്ച് വേദനിക്കുക ചെയ്തേ, കുറച്ച് പൊങ്ങി കിടക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചും കൂടെയൊക്കെ വയറ് വലുതായി വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെറിയൊരു റിസർച്ചിന് ശേഷമാണ് ഈ ഒരു പില്ലോ ഞാൻ കണ്ടത്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണേ. നമ്മുടെ വയറിൻ്റെയും ബാക്കിൻ്റെയും ഒക്കെ നമ്മുടെ ഒരു വിഡ്ത്ത് അനുസരിച്ച് നമുക്കിവിടെ നമ്മുടെ സൈസ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വയറിനും ബാക്കിനും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു ഐറ്റത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ആരൊക്കെങ്കിലും എന്നെ പോലെ നമ്മൾ കണ്ടുവന്ന പ്രഗ്നൻസി പില്ലോ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റ് ആമസോൺ നെതർലൻഡ്സിൽ നിന്ന് വാങ്ങിയോണ്ട് ആ ലിങ്ക് നാട്ടിൽ വർക്ക് ആവാൻ സാധ്യതയില്ല. പക്ഷേ ആ ലിങ്കിൽ വരുന്ന പേരും ബ്രാൻഡും നിങ്ങൾ നാട്ടിൽ ആമസോണിൽ വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിലും നാട്ടിൽ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടേണ്ടതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വിഷ്ണുവിന് കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഓഫീസിൽ നല്ല പണിയായിരുന്നു. രാവിലെയും പകലും ഇല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ മാനേജർ ഇങ്ങോട്ട് പറഞ്ഞു ഇന്ന് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് എടുക്കാൻ. വിഷ്ണുവും പറയുന്നുണ്ടായി കുറച്ച് ഡ്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്നൊരു സ്ലോ മോർണിംഗ് ആണ് വിഷ്ണുവിന്. ഞാൻ കുറേ കാലമായിട്ട് സെറാവിയുടെ ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം അതന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഈ അടുത്ത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടായി സെറാവിയുടെ ചില ഇൻഗ്രീഡിയൻസ് അത്ര പ്രഗ്നൻസി സേഫ് അല്ല എന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സിലും ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ പറഞ്ഞാൽ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമല്ലോ. വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റിയേക്കാമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ന്യൂട്രോജീനയുടെ ഒരു ഫേസ് വാഷാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് രാവിലത്തെ കുറച്ച് യോഗ പരിപാടികളിലോട്ടൊക്കെ ഒന്ന് കിടക്കാം. ഈ റൂമാണ് നമ്മളിപ്പോൾ ഒരു ബേബി റൂമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം എന്തിനാണെന്ന് അറിയാത്തൊരു റൂമായിരുന്നു ഇത്. അപ്പോൾ ഇവിടേക്ക് ഒരു വാർഡ്രോബും പിന്നെ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഓർഡർ ചെയ്ത പകുതി സാധനങ്ങളുടെ ബോക്സസൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഈ താഴെ ഇരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് ഇനി റെഡിയാക്കി എടുക്കണം. മറ്റേ സൈഡിൽ മോന് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും ഞാൻ അവിടെ ഒന്ന് നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, എല്ലാ റൂമിലെത്തി കഴിഞ്ഞാലും രാവിലെ കുറച്ച് നേരം ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടുക. അപ്പോൾ കുറച്ച് വായുസഞ്ചാരമൊക്കെ റൂമിൻ്റെ അകത്ത് കൂടും. ഇനി നമുക്കൊരു സൺസ്ക്രീനും തേച്ച് നമ്മുടെ യോഗ മാറ്റും എടുത്ത് നമുക്ക് ഗാർഡനിൽ പോയിട്ട് യോഗ ചെയ്യാം കേട്ടോ. നല്ല വെതറും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രകൃതി നന്നായി ഉപയോഗിക്കണം.
പ്രഗ്നൻ്റ് ആയതിനു ശേഷം തുടക്കത്തിൽ അങ്ങനെ ചെറിയൊരു ക്രേവിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇപ്പം എനിക്ക് എല്ലാം നോർമലാണ്. അങ്ങനെ ഭയങ്കര ഒരു വിശപ്പോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രേവിങ്ങോ അങ്ങനെയൊന്നുമില്ല. എല്ലാം വളരെ മുന്നേ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ്. പക്ഷെ എന്നാലും എണീറ്റ് വരുന്ന സമയത്ത് സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ വിശപ്പ് ഫീൽ ചെയ്യാറുണ്ട്. എന്നെക്കാൾ നേരത്തെ എണീക്കുന്ന ആൾ വിഷ്ണു ആവുകൊണ്ട് വിഷ്ണു രാവിലെ എന്തെങ്കിലും ഒരു ചെറിയ സ്മൂതിയോ അല്ലെങ്കിൽ വിശപ്പ് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ സംഗതി ഉണ്ടാക്കി വെക്കും. അത് കഴിച്ചാണ് ദിവസം തുടങ്ങുക. കണ്ടോ, നല്ല തിളച്ച വെള്ളം ടാപ്പിൽ വരുന്നത്. നമുക്കിനി അടുപ്പത്തൊന്നും വെള്ളം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തണുത്ത വെള്ളമായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് വേണ്ട ചൂടിൽ നമുക്ക് വെള്ളം കിട്ടും. അങ്ങനെ സ്മൂതിക്കൊക്കെ ശേഷം ഒരു 11-11:30 ആകുമ്പോൾ എനിക്ക് ചെറിയൊരു വിശപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാറുണ്ട്. സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഒരു സ്പിനച്ച് ഓംലെറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി, ഇപ്പം മുളപ്പിച്ച കടല കൊണ്ടുള്ള സാലഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ കഴിക്കാറുണ്ട് രാവിലെ. ഇന്നിവിടെ കിച്ചൺ വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണേ. വിൻ്ററൊക്കെ ആവുന്ന സമയത്ത് 2 ആഴ്ചയിൽ ഒരിക്കലാണ് അവർ ഈ കണ്ടെയ്നർ കളക്ട് ചെയ്യാൻ വേണ്ടി വരിക. പക്ഷെ സമ്മർ ആകുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ വരും. പിന്നെ ഇവിടുത്തെ ഗാർഡൻ വേസ്റ്റും കൂടെ നമുക്ക് കിച്ചൺ വേസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും, അതായത് ആ കണ്ടെയ്നറിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ ഒക്കെ എടുത്ത് വിഷ്ണുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആ പരിപാടിയൊക്കെ വിഷ്ണു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വെതറാണ് പുറത്ത്, നല്ല വെളിച്ചും നല്ല സണ്ണും ഒക്കെ ഉണ്ട്. നമുക്ക് ഗാർഡനിൽ പോയിട്ട് യോഗ ചെയ്യാം. ഞാൻ ഡെയിലി എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ ശരീരം അനക്കാറുണ്ട് കേട്ടോ. എനിക്കല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യും. എനിക്കിഷ്ടമാണ് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ബോഡിക്ക് കൊണ്ടുവരുന്നത്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു 3-4 ആഴ്ച നമുക്കൊന്ന് സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്ത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ കൺഫേം ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ച് അവരെൻ്റെ അടുത്ത് ഓക്കെ ആണ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ചെയ്യാൻ പാടോ, ഇത് ചെയ്യാൻ പാടോ, മറ്റേത് ചെയ്യാൻ പാടോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ത്രൂ ഔട്ട് എൻ്റെ പ്രഗ്നൻസി ഒരു വേദവാക്യമായി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്: യു ആർ നോട്ട് ഇൽ, യു ആർ ജസ്റ്റ് പ്രഗ്നൻറ്റ്. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആ ഒരു ഡയലോഗ് വെച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിലൊക്കെ എൻ്റെ ഡോക്ടറുടെ, ഇപ്പം എൻ്റെ മിഡ് വൈഫിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ശരീരത്തിന് അറിയോ, അതായത് മുന്നേ ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുമായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് ശേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാറ്റി വെച്ചു എന്ന് എനിക്ക് പറയാനില്ല. വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുക, ഞാനൊരു 6-7 കിലോമീറ്ററൊക്കെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഓടുമായിരുന്നു. അത് ഞാനൊന്ന് മാറ്റി വെച്ചു. അതിന് പകരം കുറച്ചും കൂടെ വെയിറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ചെയ്യാറ്. എൻ്റെ ഈ ഒരു 6-7 മാസം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആൻഡ് പ്രൗഡാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രഗ്നൻസി കൊണ്ടുപോകുന്നതെന്നുള്ളത്. ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ദീമേമയും അതേപോലെ എൻ്റെ അമ്മയും വിഷ്ണുവിൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞു അവർ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ നന്നായിട്ടാണ് ഞാൻ പ്രഗ്നൻസി ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ ഒരൊറ്റ റീസൺ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഗൈഡൻസും അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരു പ്രഗ്നൻസി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെത്തേഡും തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ ഗാർഡനിൽ ആപ്പിളും പേറും ഗ്രേപ്സും എല്ലാം കായ്ച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ അത്യാവശ്യം നല്ലോണം വെള്ളം വേണം. രാവിലെ കുറച്ച് നേരം വെള്ളമൊക്കെ കൊടുക്കും. എല്ലാവരും അങ്ങോട്ട് തഴച്ച് വളരട്ടെ. 2-3 ദിവസം മുന്നേ എനിക്ക് ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷുഗർ ടെസ്റ്റ് അത്യാവശ്യം നല്ല വൃത്തികെട്ടൊരു ടെസ്റ്റായിരുന്നു. 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം ചെന്ന് ആദ്യൊരു ബ്ലഡ് ടെസ്റ്റ്, അതിനുശേഷം വളരെയധികം ഇനി പഞ്ചസാര അതിൽ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു വെള്ളം കുടിക്കാൻ തരും. അത് കുടിച്ചതിന് ശേഷം വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് 2 മണിക്കൂറിന് ശേഷം. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഷുഗർ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഒന്നാമത് പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ അല്ലാതെയും ഷുഗറുള്ള ഒരു പാരമ്പര്യം നമുക്കില്ല. രണ്ടാമത് ഞാൻ ഒട്ടും ഷുഗർ കഴിക്കുന്ന ഒരാളല്ല. പിന്നെ ഞാൻ കാർബ്സും അങ്ങനെ ഭയങ്കര കഴിക്കാറില്ല. പിന്നെ അതിന് പുറമെ അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് അയൺ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ മാസവും ഒരു ബ്ലഡ് ടെസ്റ്റ് വെച്ച് ഞാൻ എടുക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസം വരെ എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ മാസത്തെ ബ്ലഡ് ടെസ്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് അയൺ കുറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഇപ്പോൾ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. നമുക്ക് അയൺ ഡെഫിഷ്യൻസി ജനിച്ച കാലം തൊട്ടിട്ട് നമുക്കുള്ളതാണ്. അത് നമ്മുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് ഇത്തവണ ബ്ലഡ് ടെസ്റ്റിൽ അയൺ കുറഞ്ഞതുകൊണ്ട് നമുക്ക് അയൺ ടാബ്ലറ്റ്സ് ഈ ഒരു മാസം തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയൺ ഡെഫിഷ്യൻസി വരുന്നുണ്ട്, അതും പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. നമുക്കിങ്ങനെ എന്തെങ്കിലും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള തലസീമിയ പോലത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒന്ന് +2 പഠിക്കുന്ന സമയത്ത് തന്നെ. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും അയണിൻ്റെ അബ്സോർപ്ഷൻ പൊതുവേ ബ്ലഡിൽ കുറവാണ്. സാധാരണ രീതിയിലുള്ള അഡ്വൈസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫാർമസിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷമാണ് അയൺ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത്. കഴിക്കുമ്പോൾ ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ ഒപ്പം കഴിക്കുക, വൈറ്റമിൻ സി ഉള്ള കണ്ടൻസ് കൂടുതലൊപ്പം കഴിക്കുക, കാൽഷ്യം ഉള്ള കണ്ടൻസ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് നമുക്ക് ഇന്ന് തൊട്ട് അയൺ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാം. 60 ദിവസത്തേക്കാണ് അവർ അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, 30 ദിവസത്തേക്കാണ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്, എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സും.
ഡച്ചിൽ ഫാർമസിക്ക് അപ്പോത്തീക്ക് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമുക്കിവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു അപ്പോത്തീക്ക് ഉണ്ടായിരിക്കും. അവിടുന്ന് എനിക്ക് എൻ്റെ സപ്ലിമെൻറ്റ്സും എൻ്റെ മെഡിസിൻസും എല്ലാം ഇൻഷുറൻസിൽ തന്നെയാണ് വരിക. അപ്പോൾ അവിടുന്ന് ഞാൻ കളക്ട് ചെയ്തു. ഓപ്പോസിറ്റ് ഒരു ആൽബർട്ടൈൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു സിനസാപ്പിൾ എന്നാണ് പറയാൻ വരുന്നത്. ഡച്ചിൽ ഓറഞ്ചിന് സിനസാപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസും വാങ്ങിയിട്ട് ഞാൻ അയൺ ടാബ്ലറ്റൊക്കെ കഴിച്ചു. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് എനിക്ക് വളരെയധികം വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതിന് ശേഷം മുകളിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ചതായിരുന്നു. ഞാൻ കുറച്ചധികം എനിക്ക് തോന്നിയ ഇമോഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾക്കത് അത്ര കാര്യമായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു 6-7 മിനിറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ 2 ഫ്രണ്ട്സ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് തവണ വ്ളോഗിൽ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നമ്മുടെ 1 മില്യൺ വ്ളോഗിൽ, പിന്നെ വേറെ 1-2 വ്ളോഗിൽ ചെറുതായിട്ട് അവർ വന്നിട്ടുണ്ട്. ടൊളു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഏകദേശം 1 കൊല്ലം മുന്നെയാണ് അവരെ പരിചയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട് വഴി ഒരു വളകാപ്പ് ഫംഗ്ഷന് പോയിട്ട്, ആര്യയുടെ വളകാപ്പിന് പോയിട്ട് അന്നാണ് അവരെ പരിചയപ്പെടുന്നത്. അതിനുശേഷം നമുക്ക് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുക, വൈബ് മാച്ചിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നന്നായിട്ട് തോന്നിയതുകൊണ്ട് പിന്നെ അവരിങ്ങോട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവരായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാറുണ്ട്. നാട്ടിൽ പോയ സമയത്ത്, നമ്മുടെ വളകാപ്പിൻ്റെ സമയത്ത് ടോളു നാട്ടിലുണ്ടായിരുന്നു, പ്രതു നാട്ടിലുണ്ടായിരുന്നു, ദീപ ചേച്ചി നാട്ടിലുണ്ടായിരുന്നു. അപ്പം 3 പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നാട്ടിൽ വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും നാട്ടിൽ വരിക ഒരു 4 ആഴ്ചത്തേക്ക് ഫാമിലിയുടെ ഒപ്പം ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. നമുക്ക് ഇവിടുന്ന് ഒരു 4 ആഴ്ചത്തേക്ക് നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും അത് അറിയുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ വിളിക്കുന്ന സമയത്തെ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു പ്രഷറും ഇല്ല, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ലാന്ന്. കാരണം ഈ 3 ആൾക്കാരും കല്യാണത്തിനാണ് വരുന്നത്. ഈ കല്യാണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 3 പേർക്ക് ഏകദേശം ഒരു ദിവസം തന്നെയായിരുന്നു കല്യാണം. എനിക്ക് തോന്നുന്നു ദീപ ചേച്ചിക്ക് 21-ാം തീയതി ആയിരുന്നു കല്യാണം, 22 അങ്ങനെ ദിവസങ്ങളിൽ അടുപ്പിച്ച് തന്നെയായിരുന്നു ഇവർക്ക് കല്യാണം. അതുകൊണ്ട് ഇവർക്ക് വരാൻ ടഫാണെന്ന് ഇവർ 3 പേരും പറഞ്ഞായിരുന്നു. ഞാൻ ഒട്ടും നിർബന്ധിക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ വരണ്ട, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി തിരിച്ചെത്തി, ദീപ ചേച്ചി തിരിച്ചെത്തി, ഞാനെത്തി, 2 ദിവസം മുന്നേ ടോളു എത്തി. ആ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 ദിവസം മുന്നേ ടോളു തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പറയുക, ഒന്നിങ്ങോട്ട് വരണം, ഒരു കാര്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരാനുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീ സൗകര്യം പോലെ വാ, എപ്പോൾ വേണമെങ്കിലും വാ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്, കാര്യമായിട്ട് പ്ലാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അവരങ്ങനെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു കേട്ടോ. ഞാൻ വളരെ കാഷ്വലായിട്ട് അവള് എനിക്ക് റാപ്പ് ചെയ്ത് തന്ന ഒരു ഫോട്ടോ ഫ്രെയിമെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. റാപ്പ് ചെയ്ത് തന്നൊരു കാര്യം ഞാൻ അൺബോക്സ് ചെയ്തൊരു മൊമെന്റിൽ എനിക്ക് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര എനിക്ക് ഉണ്ടായ ഇമോഷൻ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഒരു സംഗതി എന്തൊക്കെയൊക്കെയോ എൻ്റെ മനസ്സിൽ ഒരു ഓൾക്കാനോ പോലെ പൊട്ടേ, വിഷമം വരെ, സന്തോഷം വരെ, ആകെ എന്തൊക്കെയൊക്കെയോ ഒരു ബുദ്ധിമുട്ടോ സന്തോഷം, എനിക്കറിയില്ല അത് പറഞ്ഞു തരാൻ. അങ്ങനെ ഒരു സംഗതിയുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ഇത്. ഇതാണ് ആ ഫോട്ടോ ഫ്രെയിമിലുള്ളത്. ഇത് നമ്മൾ വളകാപ്പിനെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഇത് വിഷ്ണു, ഇത് വെല്ലച്ചൻ, ഇത് ഞാൻ, ഇത് അമ്മമ്മ. ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല, ഇതിന്റെ റിയൽ ഫോട്ടോ ഞാൻ കാണിക്കും. ഇതാണ് ഇതിന്റെ റിയൽ ഫോട്ടോ. വെല്ലച്ചൻ മാത്രമാണ് വളകാപ്പിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മമ്മയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വെല്ലച്ചൻ ഏതൊക്കെ ഫ്രെയിമിൽ വരുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ്, അമ്മമ്മയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നല്ലോ എന്ന്. പക്ഷെ വയ്യാതെ ഈ സാഹചര്യം കൊണ്ട് വരാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ നമ്മൾ എല്ലാവരും അംഗീകരിച്ച കാര്യം. പക്ഷെ എന്നാലും ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ മാറ്റി തന്നപ്പോ ഇത് കണ്ട ഉടനെ എനിക്ക് എന്താണ് ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആ ഇമോഷണൽ വേർഡ്സ് കൂടെ എനിക്ക് ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കണ്ട ഉടനെ എനിക്ക് കരച്ചിൽ വന്നു. പക്ഷെ അത് വിഷമം കൊണ്ടുള്ള കരച്ചിലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സന്തോഷമോ വിഷമോ എന്തൊക്കെയൊക്കെയോ, ലൈക്ക് ഇങ്ങനെ ഈ ഒരു ഫോട്ടോ കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആയിരിക്കും. നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ഫോട്ടോ ഫ്രെയിമിന്റെ ഒരുപാട് റീൽസോ ഷോർട്സോ വീഡിയോസോ ഒക്കെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷം തോന്നാറുള്ള ഒരു വീഡിയോ തന്നെയാണ്. നമ്മുടെ ഒപ്പം ഒരു ഇവന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഒരു മൊമെന്റിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഒരാള് ആ ഒരു ഫോട്ടോന്റെ ഭാഗമായി നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷൻ ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഇടയ്ക്ക് കരച്ചിൽ വരാറുണ്ട്. ഇടയ്ക്ക് അവരുടെ ഇമോഷൻ കണ്ടിട്ട് അതേപോലത്തെ വികാരങ്ങളൊക്കെ എനിക്കും തോന്നാറുണ്ട്.
പക്ഷെ ഇങ്ങനത്തെ ഒരു സംഗതി സ്വന്തമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാരെ വെച്ച് അമ്മമ്മ ആ പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല, അമ്മമ്മ ആ പരിപാടിക്ക് വന്നതുപോലെ വെച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല. ഞാൻ ടൊളുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒട്ടും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല, എനിക്ക് എന്താണ് ഇപ്പം പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് കുറച്ച് സമയം തരും, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അവളുടെ അടുത്ത് റിയാക്ട് ചെയ്യാൻ പോലും പറ്റിയത്. എന്തായാലും ഞാൻ വളരെയധികം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു ഇമോഷൻ എന്നെ കൊണ്ടുപോയ ഒരു ഗിഫ്റ്റായിരുന്നു അത്. എൻ്റെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റായിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ എടുത്തു വെക്കുന്ന ഒരു ഗിഫ്റ്റായിരിക്കും. എനിക്കിത് എന്താ പറയുക, മോൻ്റെ റൂമിൽ തൂക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അമ്മമ്മേനെയും വെല്ലച്ചനെയും ഒക്കെ കണ്ട് അവൻ മനസ്സിലാക്കി വളരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ടൊളുവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ നിന്നുള്ള ഇമോഷൻ തന്നെയാണ് നമുക്ക് ആ ഒരു പരിപാടിയിൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം. പക്ഷെ വളരെ കുറച്ച് തവണ മാത്രം മീറ്റ് ചെയ്ത് എന്താ പറയുക, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ പോലത്തെ ഒരാൾ തന്നെയായിരുന്നു എനിക്ക് ടൊളു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ ഇത്രയും എന്നെ മനസ്സിലാക്കി ഈ ഒരു ഗിഫ്റ്റ് തന്നതോടുകൂടെ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ടൊളുവിൻ്റെ സ്ഥാനം വേറെ ലെവലായി പോയി. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇത്രയും എന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ടൊളുവിൻ്റെ പൊസിഷൻ മാറിയ പോലെ എനിക്ക് എനിക്കറിയില്ല, ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് പോലെ എനിക്ക് ശരിക്കും അറിയില്ല. എനിക്ക് വായിൽ വന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അപ്പോൾ ഉണ്ടായ ഒരു ഇമോഷൻ. അതേപോലെ നിങ്ങൾ പലരും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മമ്മേനെ വ്ളോഗിൽ കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്, അമ്മമ്മേനെ ഒന്ന് വ്ളോഗിൽ കാണിച്ചുകൂടെ, അതൊരു മെമ്മറി അല്ലേ, നിങ്ങൾക്ക് കാണാലോ എന്നുള്ളതൊക്കെ. ഇത് തീർത്തും എൻ്റെ ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു തോട്ടാണെന്ന് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാൻ അമ്മമ്മേനെ കാണിക്കാത്തതിന് അങ്ങനെ ഒരുപാട് റീസൺസ് എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, കാണിക്കരുത്, അമ്മമ്മയ്ക്ക് വയ്യാതെയായി, ഇപ്പം അമ്മമ്മേനെ കാണിക്കേണ്ട, അങ്ങനെ ഒരാളും എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ മാത്രം ഒരു ഡിസിഷനായിരുന്നു. അമ്മമ്മയ്ക്ക് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വന്നതിന് ശേഷം അമ്മമ്മേനെ ഞാൻ വ്ളോഗിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. രണ്ട് കാര്യത്തോണ്ടാണ് എനിക്കങ്ങനെ തോന്നിയത്. അമ്മമ്മേനെ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടെയാണ് എൻ്റെ വ്ളോഗിൽ കൂടെ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. മുന്നിയും എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ വയ്യാതെ എനിക്ക് അമ്മമ്മേനെ വ്ളോഗിൽ കാണിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതിനൊരു ജസ്റ്റിഫിക്കേഷനോ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, എൻ്റെ വെറും സെൽഫിഷ് ആയിട്ടുള്ളൊരു തോട്ടായിരിക്കും. പക്ഷെ ആ തോട്ടിനൊരു ബ്യൂട്ടി എനിക്ക് ഫീൽ ചെയ്യുന്നിടത്തോളം ആ തോട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളായിരുന്നു അമ്മമ്മ. എല്ലാവരോടും നന്നായി പെരുമാറി, ആൾക്കാരെങ്കിലും വരുമ്പോൾ നന്നായി ഡ്രസ്സ് ചെയ്ത് അവരെ നന്നായി വെൽക്കം ചെയ്ത്, അമ്മമ്മയുടെ അപ്പിയറൻസിലും ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വീട്ടിൽ ഓരോരുത്തർ വരുമ്പോൾ എത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം, ഞാൻ പ്രസന്റബിൾ അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഏത് കൊലത്തിലാണോ ഞാൻ ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു അമ്മമ്മ. അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം അങ്ങനെ തന്നെയാണ് അമ്മമ്മ ആൾക്കാരുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മമ്മയ്ക്ക് വയ്യാതെയായ ഒരു അവസരത്തിൽ കുറച്ച് ചെറിയ ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അമ്മമ്മയ്ക്ക് ഇടയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ വയ്യാത്തൊരു അവസ്ഥയിൽ അമ്മമ്മേനെ ഇങ്ങനെ ഒരു വീഡിയോയിൽ കൊണ്ടുവരണ്ട എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം അമ്മമ്മ ഒരിക്കലും അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വരാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ അമ്മമ്മേനെ കാണിക്കാത്തത്. പക്ഷെ എന്തായാലും ഈ ഒരു ഫോട്ടോയിൽ കൂടെ, നേരത്തെ കാണിച്ച 2 ഫോട്ടോസിൽ കൂടെ നിങ്ങൾക്ക് അമ്മമ്മ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പം എന്തായാലും ടൊളു, താങ്ക് യു സോ മച്ച്. ഞാൻ പേഴ്സണലി തന്നെ ഇത് ടൊളുവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതും എൻ്റെ ഇമോഷൻ പറഞ്ഞതും ഒക്കെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും താങ്ക് യു സോ 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 മച്ച്. എനിക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള എൻ്റെ വളകാപ്പിൽ എനിക്ക് കിട്ടിയ അമ്മമ്മ തന്ന ആ ഒരു ആഭരണപ്പെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഞാൻ ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഈ ഒരു ലൈഫിൽ മൊത്തം ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ആയിരിക്കും ഇത്. താങ്ക് യു സോ മച്ച്. രാവിലെ നമ്മുടെ കുക്കറിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളും എല്ലാം കാരണം ആ ഒരു സിങ്കിൻ്റെ താഴെയുള്ള ഏരിയ മുഴുവൻ പുള്ളിയെടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് നന്നായി കേട്ടോ. കുറച്ച് കാലമായി ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ബാക്കി എല്ലാ ഏരിയയും ക്ലീൻ ചെയ്തെത്തുമ്പോഴേക്ക് അങ്ങോട്ട് എത്താറില്ല. ഇവിടെ കുറേ ആവശ്യമില്ലാത്ത ലിക്വിഡ്സും കാര്യങ്ങളും ഉണ്ട്, ഡെയിലി അങ്ങനെ ഉപയോഗിക്കാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി എല്ലാം പ്രോപ്പർലി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം.
ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് നമുക്കൊരു മാസ്കും കൂടെ ഇടാം. ഇത്രയും അടുത്തത് നമ്മൾ ഈ കെമിക്കൽസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതല്ലേ. ഞാൻ പറയാറില്ലേ, നമുക്ക് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ 3 ആഴ്ചയിലൊരിക്കലൊക്കെ വിളിക്കാറെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ലേഡി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്, കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഉപയോഗിക്കാനുള്ള ലിക്വിഡ്സാണ് ഇതിൽ കൂടുതൽ കേട്ടോ. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ അവസാനം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കിച്ചൺ സ്ലാബിനൊക്കെ നല്ലൊരു മണം വരാൻ പറ്റുന്ന 1-2 സംഗതികളാണ് ഞാൻ ഡെയിലി ഒന്നും പറയാൻ പറ്റില്ല, എല്ലാ അതർ ഡേയും ഉപയോഗിക്കാറെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഇരിക്കുന്ന സിലിണ്ടർ പോലത്തെ ഒരു സംഗതി കണ്ടോ, അതാണ് കുക്കർ. അവിടെ നിന്നാണ് നമുക്ക് തിളച്ച വെള്ളം വരുന്നത്. നേരത്തെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരാളെ പറ്റി പറഞ്ഞില്ലേ, പുള്ളിക്കാരി ഭയങ്കര ഷാറൂഖ് ഖാൻ ഫാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നോട് കുറേ കാര്യങ്ങൾ ഷാറൂഖ് ഖാൻ്റെ മൂവിയുടെ മുന്നത്തെ കുറേ പടങ്ങളെ പറ്റിയിട്ടാണ് എൻ്റെ അടുത്ത് പറയാറ്. പുള്ളിക്കാരിയുടെ ബേസ് മൊറോക്കോ ആണ്, പക്ഷെ പുള്ളിക്കാരി ജനിച്ച് വളർന്നതൊക്കെ നെതർലൻഡ്സിൽ തന്നെയാണ്. അതായത് ബേസിക്കലി ഇവർ ഡച്ചാണ്, എന്നാലും ഭയങ്കര ഷാറൂഖ് ഖാൻ ഫാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ സാരി അങ്ങനത്തെ വലിയ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് എപ്പോഴും അവർക്ക് ഒന്നെങ്കിൽ ഒരു സാരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ തൂങ്ങിക്കിടക്കുന്ന കമ്മലോ ഓർണമെന്റ്സോ അതൊക്കെയാണ് ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാറ്. ആ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോക്ക് നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ലഞ്ചിനുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കാം കേട്ടോ. മുന്നേ തൊട്ടേ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും, എൻ്റെ യൂഷ്വൽ ലഞ്ചിന് വേണ്ടി ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാറില്ല. തലേന്ന് രാത്രി എന്താണോ ഡിന്നർ അത് തന്നെയാണ് അടുത്ത ദിവസം നമ്മൾ ലഞ്ചായിട്ട് കഴിക്കാറ്. ഇന്നലെ രാത്രി ഞാനും വിഷ്ണുവും രാത്രി ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഒരു ഡിന്നറൊക്കെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ചോറും ഒരു ഉപ്പേരിയും എന്തെങ്കിലുമൊക്കെ സംഗതി തട്ടിക്കൂട്ടാം. എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചോറ് കേട്ടോ. പക്ഷേ ഇവിടെ വീട്ടിൽ വിഷ്ണുവിന് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ചോറ് വെക്കുന്നത് വളരെ കുറവാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ അങ്ങനെയൊക്കെയാണ് ചോറ് വരാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ചോറ് വെക്കുകയാണെങ്കിലും വിഷ്ണു വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞിരിക്കുന്നു. വിഷ്ണുവിന് ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം. വിഷ്ണു സിംഗ് എന്നാണ് നമ്മളിടയ്ക്ക് വിളിക്കാറ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കറികളും ചപ്പാത്തിയും കൂടെ വിഷ്ണു കഴിക്കും, ഞാൻ ചോറും കഴിക്കും. വിഷ്ണു മടക്കാനുള്ള തുണികളൊന്നും കൊണ്ടുതരുമോ? സാധാരണ മടക്കാൻ വേണ്ടി താഴത്തോട്ടൊന്നും കൊണ്ടുവരാറില്ല കേട്ടോ. മോള് പോയിട്ടിരുന്നിട്ട് തന്നെ മടക്കാറ്. പക്ഷേ ഇന്ന് ഒരുപാട് മടക്കാനുണ്ട്, ഒരു 3-4 വാഷിൻ്റെ ഉണ്ട്. അതുകൊണ്ട് മോള് പോയിരുന്ന എനിക്ക് ബോറടിക്കും. ഇന്ന് നമുക്ക് TV ഒക്കെ കണ്ട് മെല്ലെ മടക്കാം. ഇപ്പം വെള്ളം കുടി കുറച്ച് കുറവാണ്. വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ തവണ ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലാഡർ ചെറുതാവും പ്രഗ്നൻ്റ് ആകുമ്പോൾ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ബ്ലാഡറിൻ്റെ സൈസ് ചെറുതാവും എന്നല്ല കേട്ടോ. നമുക്ക് ബ്ലാഡറിലോട്ട് പ്രഷർ വരുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി കുറയും ബ്ലാഡറിൻ്റെ. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ഇൻ്റർവെൽസിൽ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നതായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ ഞാൻ ഉപയോഗിച്ച ഒരു ഡയലോഗ് തെറ്റായിരുന്നു. പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കൺവേ ചെയ്തത് ബ്ലാഡറിൻ്റെ സൈസ് ചെറുതാവും എന്നുള്ള മട്ടിലാണെന്ന്. കുറച്ച് TV ഒക്കെ കണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മടക്കി എടുത്തു വെക്കാം. എനിക്ക് ഒട്ടും ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണ് ഡ്രസ്സ് മടക്കുന്നത്. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പാറ്റേണും എൻ്റേതായിട്ടുള്ള ഒരു രീതിയും ഇത് മടക്കുന്നതിലുണ്ട്. അതെനിക്ക് വേറെ ഏതൊരാൾ ചെയ്താലും എനിക്ക് ശരിയാവാറില്ല. അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല, എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഞാനിപ്പോൾ കുറച്ചായിട്ട് എപ്പോഴും TV വെക്കുന്നൊരു കാര്യമാണ് സഞ്ജു ലക്ഷ്മി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അവരുടെ ഇങ്ങനത്തെ സ്കിറ്റ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ലക്ഷ്മിയുടെ സ്കിറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് അവരുടെ ആക്ടിങ് രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് കാണാറുണ്ട്. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാനൊരു കാര്യം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് തന്നെ കാണും. ഞാനൊരു 1-2 ആഴ്ച എന്നിട്ട് ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് മടുപ്പിക്കും അതെനിക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ. ആ ഒരു ഫേസിലോട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, വിഷ്ണുവിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇടയ്ക്ക് അവരുടെ സ്കിറ്റ് കാണൽ. പക്ഷെ എന്നെ പോലെ കണ്ടങ്ങോട്ട് മടുപ്പിക്കാറില്ല. വിഷ്ണു ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ആയിട്ട് എപ്പോഴൊക്കെയോ വെക്കുന്നതും കാണുന്നതൊക്കെ കാണാം. വിഷ്ണുവിൻ്റെ അഭിപ്രായം ലക്ഷ്മി അതിൽ ഭയങ്കര അടിപൊളിയാണ് എന്നാണ് കേട്ടോ. ചില അവരുടെ ഡയലോഗ് പ്രസൻറ്റേഷനും അവരുടെ രീതിയൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കൂടുതൽ ഓപ്പണിങ്ങും അവസരങ്ങളും ഒക്കെ അവർക്ക് കിട്ടട്ടെ എന്ന് ഇങ്ങനെ ജസ്റ്റ് സ്കിറ്റൊക്കെ കാണുമ്പോൾ മനസ്സിലിങ്ങനെ തോന്നും. അത് ഭയങ്കര അവർക്ക് നല്ലൊരു കാര്യമായിരിക്കുമല്ലോ. തൽക്കാലം എൻ്റെ മടക്കൽ പരിപാടി തീർന്നു. ഇനി ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് എടുത്തു വയ്ക്കുക എന്നുള്ളത് വിഷ്ണുവിൻ്റെ ജോലിയാണ്. അത് വിഷ്ണു ചെയ്തോളും. ആ സമയത്തിനുള്ളിൽ ഞാൻ പെട്ടെന്നൊരു ലഞ്ച് നമുക്ക് റെഡിയാക്കാം. നമുക്കിന്ന് ചോറും പിന്നെ ചീരയും മുട്ടയും കൊണ്ടുള്ള ഒരു ഉപ്പേരിയും പിന്നെ ഒരു പൊട്ടറ്റോ ഫ്രൈയുമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ചടപടയും നമുക്ക് ഉണ്ടാക്കാം. അധികം സമയമില്ല. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. ചീരപ്പേരി എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ എനിക്കിത് ചീര വാങ്ങി കഴുകി മുറിച്ചെടുക്കൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ചീരപ്പേരി ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഇതെനിക്ക് റോസ് പറഞ്ഞൊരു ഐഡിയ ആണ്. ഫ്രോസൺ ചീര നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ക്യൂബായിട്ടാണ് കിട്ടുക. അപ്പോൾ ഉള്ളിയെല്ലാം വഴറ്റിയതിന് ശേഷം നമുക്ക് വേണ്ടത്ര ക്യൂബ്സ് ഇതിലോട്ട് ഇട്ട് നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്ക് നമുക്ക് നല്ലോണം അടിപൊളിയായിട്ട് ചീരയുടെ ആ ഒരു ഷേപ്പിലോട്ട് കിട്ടും.
പിന്നെ കുറച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം ഒരു മുട്ടയും കൂടെ നമ്മളതിൽ പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടേസ്റ്റും കൂടുതൽ തോന്നി. ചിലപ്പോൾ പണി കുറഞ്ഞതുകൊണ്ട് ടേസ്റ്റ് കൂടുതൽ തോന്നിയതായിരിക്കാം. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അത്രയും നൈസായിട്ടാണ് അവർ സ്ലൈസ് ചെയ്തെടുക്കുന്നത് ചീര. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് വരുന്നത്. നല്ല ചോറ്, പൊട്ടറ്റോ ഫ്രൈ, പിന്നെ കാന്താരി മുളകുണ്ട് സൈഡിൽ. ആ സൈഡിലിരിക്കുന്ന സാധനം കണ്ടോ, അതൊരു നാരങ്ങയുടെ ഐറ്റമാണ് കേട്ടോ. ഷെറീറിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ പോയ സമയത്ത്, അവർ പോയ സമയത്ത് ഞാൻ പ്രത്യേകം പറയിച്ചൊരു കുപ്പി കൊടുന്നതായിരുന്നു. പിന്നെ കുറച്ചൊരു മുട്ടപ്പേരി ഉണ്ട്, ഒരു ചീരയും മുട്ടയും കൊണ്ടുള്ള ഒരു ഉപ്പേരിയും, പിന്നെ നമ്മുടെ കായ വറുത്തതും ചിപ്സ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. വിഷ്ണുവിനും ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരുന്നേ, അതുകൊണ്ട് വിഷ്ണു വന്ന് ലഞ്ച് കഴിച്ചു. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നല്ല അടിപൊളിയായിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് സ്കില്ലായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഡിഷ് വാഷർ സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒപ്പം കിച്ചൺ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഇനി എനിക്ക് കുറച്ച് നമ്മുടെ പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. എൻ്റെ കമ്പനിയുടെ മുതലാളിയും തൊഴിലാളിയും ഞാനാവുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യുന്ന ടൈം കുറച്ച് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് കുറേ ബ്രാൻഡ്സിനായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പ്രോപ്പർലി പറഞ്ഞ ഡേറ്റിന് തന്നെ കാര്യങ്ങൾ ഡെലിവർ ചെയ്യും വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിരിക്കണം. അതൊക്കെ നമ്മൾ എത്ര പ്രൊഫഷണൽ ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഡെയിലി ചെയ്യാനുണ്ടാവും. ബാക്കി നമ്മുടെ റിക്വയർമെൻറ്റ്സും നമ്മുടെ പ്ലാനിങ്ങും ഒക്കെ അനുസരിച്ചിരിക്കും ഓരോരോ ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് വിഷ്ണു എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ വിഷ്ണുവിനെ പോലെ തന്നെ നമുക്കൊരു വർക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവും എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര ഒരാളുടെ ഒപ്പീനിയനാണെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഒരിക്കലും പറ്റില്ല അങ്ങനെ ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാൻ. എനിക്ക് അങ്ങനെ ഒരു വർക്ക് സ്റ്റേഷനോ അല്ലെങ്കിൽ എനിക്ക് ഒരു സ്റ്റുഡിയോയോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട സ്ഥലത്ത് മുഴുവൻ നടന്ന് ഇരുന്ന് കിടന്ന് എൻ്റെ സൗകര്യത്തിന് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നത് പോലെയും ഞാൻ കൂടുതൽ ചിന്തിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറ്. അതുകൊണ്ട് ഈ കാണുന്ന ഏരിയ മുഴുവൻ എൻ്റെ സ്റ്റുഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലായിടത്തും ഞാനുണ്ടായിരിക്കും. അതിപ്പോഴൊന്നും അല്ല കേട്ടോ. ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ 21 വയസ്സിലാണല്ലോ ഞാൻ ബൈജൂസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അന്നും എനിക്ക് എൻ്റെ ടേബിളിൻ്റെ മുകളിലിരുന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല കൗച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കഫറ്റേരിയയിലോ അവിടേക്ക് ഇരുന്നിട്ടായിരിക്കും ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ, ഇലക്ട്രോണിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇരുന്ന് വർക്ക് ചെയ്യുക. കുറേ ഗാർഡനിലും പുറത്തും കഫറ്റേരിയയിലും ഒക്കെ പോയിരുന്ന് ഒരു ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ടഫാണ്. ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യമായിട്ടുള്ളൊരു പണി നമുക്ക് ഇനിയും പെൻഡിങ് ആണ് കേട്ടോ. അതായത് കുറച്ചധികം ബോക്സസ് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞില്ലേ രാവിലെ. അപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആകുമ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. 6 മണിക്ക് നമുക്ക് ഗീതുവിൻ്റെ ഒപ്പം ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഗീതുവിൻ്റെ പേരൻസും പ്രതുവും ഒക്കെ വരികയാണ് ശനിയാഴ്ച. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും പിന്നെ അതേപോലെ കുറച്ച് മീറ്റും കാര്യങ്ങളൊക്കെ ഗീതുവിന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് കുറച്ച് ദൂരം പോകണം. കുറച്ച് ദൂരമല്ല, അടുത്ത് തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ച് പോകണം. അപ്പോൾ അതുകൊണ്ട് ഗീതുവിൻ്റെ ഒപ്പം ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഒരു 4:30 നമുക്ക് അൺബോക്സ് ചെയ്യാം. കുറച്ചൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ട് കളയാം. വീടിൻ്റെ അകത്ത് ഫുൾ ബോക്സസ്സാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നിക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഇതൊരു വെയർ ഹൗസായി മാറും. അപ്പോൾ ആ കാര്യം ചെയ്യുക. അതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. ഉച്ചയ്ക്ക് കുറച്ച് നേരം ചില ദിവസം ഒന്ന് കിടക്കാറുണ്ട്. രാവിലെയൊക്കെ നമ്മൾ കാര്യമായിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ചെറിയൊരു മയക്കമാവാം. ചില സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവത്തിനും ആരോഗ്യത്തിനും ഒന്നും വലിയ ഗുണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സ്വഭാവങ്ങൾ മാറ്റാൻ തോന്നില്ലല്ലോ. അങ്ങനെ ഒന്നാണ് കേട്ടോ എനിക്ക് ഉച്ചയുറക്കം. അങ്ങനെ ജസ്റ്റ് ഉച്ചയുറക്കം എന്ന് മാത്രം പറയാൻ പറ്റില്ല. പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. അതിങ്ങനെ കുറേ നേരം എനിക്ക് കിടന്നുറങ്ങണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അലാം വെച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാലും ഒരു പവർ നാപ്പ് എടുക്കുക എന്നൊക്കെ പറയില്ലേ, എനിക്കത് ഭയങ്കര ഇൻസ്റ്റൻറ്റ് എനർജി ബൂസ്റ്റാണ്. ഈ കണ്ണടയുള്ള ആൾക്കാർക്ക് ചിന്തിക്കുക പോലും ചെയ്യാതെ വരുന്നൊരു കാര്യമായിരിക്കും ഉറക്കത്തു നിന്നൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം കണ്ണട നോക്കി എടുത്ത് വെക്കുക എന്നുള്ളത്. ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് കണ്ണട വെച്ച് തുടങ്ങിയത്. ഇപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കണ്ണട. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ കുറച്ച് മടിയാ. 5 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചാൽ സമയം 5:20 6 മണിയാകുമ്പോൾ നമുക്ക് ഗീതുവിൻ്റെ ഒപ്പം ഇറങ്ങണം കേട്ടോ. ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഒരു അരമണിക്കൂറിൽ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും അൺബോക്സ് ചെയ്യാം. ഇതിലൊന്നും അത്ര എമർജൻസി ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ബേബി പ്രൊഡക്ട്സ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയ കുറച്ച് സാധനങ്ങൾ, കുറച്ചായിട്ട് വീട്ടിലേക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഈ ഒരു മാസം അങ്ങോട്ട് വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചധികം എന്നൊക്കെ ഒരു 3 കംഫർട്ടറിന്റെ കവറാണ്. നമ്മൾ ബെഡിൽ പുതക്കില്ലേ, അതിന്റെ കവറാണ്. ഞാൻ ഇപ്പോഴുള്ള സൈസിനെക്കാളും ഒരു സൈസ് ബിഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം വാങ്ങിയത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു. അത് ബെഡിന്റെ അതേ സൈസാ വാങ്ങി. അപ്പൊ കറക്റ്റ് ഇങ്ങനെ ബെഡിന്റെ അതേ സൈസിലാണ് കിടക്കുക.
അപ്പൊ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ആ കാലങ്ങളിൽ നീണ്ടു പോയി 2 കൊല്ലമായി. അപ്പൊ ആ കംഫർട്ടർ എടുത്തിട്ട് നമുക്ക് ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് ഇട്ട് പുതിയൊരു ഐറ്റം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ ഒരു 3 കവർ ഞാൻ വാങ്ങി. നമ്മുടെ അടുത്ത് അന്ന് ഇവിടെ ക്രാംസോൾഗ് വന്നു എന്ന് പറഞ്ഞില്ലേ, അവര് 3 ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സംഗതികൾ വീട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവര് ഡെയിലി അല്ലെങ്കിൽ എവറി അതർ ഡേ ഒരു ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും, കുട്ടിക്ക് അലർജിയും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് 3 പേരെങ്കിലും മിനിമം നമ്മൾ കിടക്കുന്ന ബെഡിന്റെ ബെഡ്ഷീറ്റും കംഫർട്ടറിന്റെ കവറും പില്ലോ കവറും ഒക്കെ നമ്മുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല ഓഫറിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഓൺലൈൻ വാങ്ങിയതാണേ. ഇവിടെ ഈ ഒരു സമയമായി കഴിയുമ്പോൾ ഒരു സമ്മർ സെയിൽ വരാനായിട്ടുണ്ട്. ഇതിന് സമ്മർ സെയിൽ തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ടൈം ആവുമ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സെയിൽ വരും കുറേ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഡ്രസ്സിന്, ഷൂന്, പിന്നെ വീട്ടിലെ കുറെ അല്ലറ ചില്ലറ ഡെക്കറേറ്റീവ് ഐറ്റംസിനൊക്കെ. അപ്പൊ അതിന്റെ ഒപ്പം വാങ്ങിയതാണ് മെയിൻലി എല്ലാം. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ചുമ്മാ ഇങ്ങനത്തെ ബെഡ് കവേഴ്സ് ഇല്ലേ, അതാണ് സംഗതി. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ കൊണ്ടുവച്ചപ്പോ ഇങ്ങനെയായി പോയി. ഇപ്പൊ ഞാൻ ഒരു വെയർ ഹൗസിൽ നടുവിരിക്കുന്ന പോലെ ഉണ്ട്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് പരിപാടി തീർക്കാം. എനിക്ക് ഓരോ ബോക്സിൽ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഓർഡർ ചെയ്ത് ഞാനായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് സംഗതികൾ എന്നുള്ളത്. ഇത് ഞാൻ ചുമ്മാ കണ്ടപ്പോ വാങ്ങിയ ഒരു ചെറിയതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു ഡിസ്നിയുടെ ഒരു ട്രോളി എന്നല്ലല്ലോ ഇതിന് പറയാം. അതിന്റെ ചെറിയ സാധനം നമുക്ക് മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ. അപ്പൊ ഇതങ്ങനെ സ്പെസിഫിക്കലി ഒരാൾക്ക്, കുട്ടിക്കോ എനിക്കോ അങ്ങനെ ഒന്നും വാങ്ങിയതൊന്നുമല്ല. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എനിക്ക് വേണ്ടി തന്നെ വാങ്ങിയതാണെന്ന് പറയുന്നതായിരിക്കും കുറച്ച് ശരി. അപ്പോൾ ഇതാണ് ഒരു സംഗതി. ഇത് നേരത്തെ തുറന്നു വെച്ചായിരുന്നു. ഇത് ഞാൻ കിച്ചണിക്ക് ഓർഡർ ചെയ്തതാണേ. നമ്മുടെ മീല് പ്ലാൻ ചെയ്യുന്ന ആ ഒരു ബോർഡ് ഉണ്ടായിരുന്നില്ലേ, മാഗ്നറ്റിക് ബോർഡ് നമ്മൾ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിരുന്നത്. അതിപ്പോൾ ഏകദേശം ഞാൻ 2 വർഷത്തോളം 2 വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ആ ഒരു സ്റ്റിക്ക് ചെയ്യാനുള്ള പവർ കുറെ നഷ്ടപ്പെട്ടതുപോലെ. അപ്പോൾ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് ഇങ്ങനെ ഊർന്നിറങ്ങാം. അപ്പം മാറ്റേണ്ട സാഹചര്യമായി കഴിഞ്ഞപ്പോൾ പുതിയൊരു മാഗ്നറ്റിക് ബോർഡ്, മീൽ പ്ലാനിങ് ബോർഡ് ഓർഡർ ചെയ്താണ്. ഇത് ശരിക്കും ആർഭാടായോ സംശയം. ഇത് ഇങ്ങനെയുള്ളൊരു മാഗ്നറ്റിക് ബോർഡ് കുറച്ചധികം കാലമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നതാണ്. നമുക്ക് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ സ്റ്റീം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണത്. എൻ്റെ കയ്യിൽ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുള്ളത് ഒരു കുക്കറാണ്, അല്ലെങ്കിൽ ഉള്ളത് നമ്മൾ ഇഡ്ഡലി പാത്രം ഇല്ലേ, അതാണ്. ഇഡ്ഡലി പാത്രം 24 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രമാണ്. ചിലപ്പോൾ 2 പഴമൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ആ യമണ്ടൻ സാധനം എടുത്ത് മുകളിൽ വെച്ച് ആവിയൊക്കെ കയറി വരുമ്പോൾ കുറേ സമയം പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് ഒരു നമ്മുടെ കണ്ടോ, നമ്മുടെ എത്ര ക്വാണ്ടിറ്റി നമുക്കുണ്ട് അതിനനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഏത് പാത്രത്തിന്റെ അകത്തും വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റീമറാണിത്. ഞാൻ സൈഡിൽ സ്റ്റീമർ എന്ന് പറയാൻ പറ്റില്ല, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണിത്. ഞാൻ ഇതിന്റെ സൈഡിൽ പിക്ചർ കൊടുക്കാം, അത് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു സംഗതി. സ്പൂണെല്ലാം വുഡൻ സ്പൂൺ ആയിരുന്നു അധികം. അപ്പൊ അതെല്ലാം കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യണല്ലോ. കുറെയൊക്കെ പൊട്ടിപ്പോയി, കുറെയൊക്കെ എൻഡിൽ ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. ഇത് സിലിക്കന്റെ സ്പൂൺസ് ആണ് കേട്ടോ ഞാൻ ഇത്തവണ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിലിക്കൺ സ്പൂൺസ് ആണ് ഈ കാണുന്നതെല്ലാം. അപ്പൊ ഇതാണ് വേറൊരു സംഗതി. പാക്ക് ഓഫ് 12. ഓരോ തവണ കാർഡ്ബോർഡ് ബോക്സ് അങ്ങോട്ട് മാറ്റുമ്പോഴും ഇതെങ്ങനെ കൊണ്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സ്റ്റോറേജ് ബോക്സസ് ആണ് കേട്ടോ. നമ്മൾ ഒന്നെങ്കിൽ മീൽ പ്രപ്പ് ചെയ്തിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത സംഗതികൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. ഇവിടെ സ്റ്റോറേജ് ബോക്സസ് അത്യാവശ്യം ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഒരേപോലത്തെ കുറച്ച് സ്റ്റോറേജ് ബോക്സ് അത്യാവശ്യം നല്ല റേറ്റിന് ഓഫറിന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇവിടെ നമ്മളെല്ലാ വീട്ടുകാർക്കും ഉള്ളൊരു മെയിൻ പ്രശ്നം, നമ്മൾ വീട്ടിൽ വന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇപ്പം നമ്മൾ പാക്ക് ചെയ്തുമൊക്കെ നമ്മൾ കൊണ്ടുപോകുമല്ലോ, ഇങ്ങോട്ടും കൊണ്ടുവരും അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ എല്ലാവർക്കും സംശയമാണ് ഏത് പാത്രം ആരുടെയാണ്. അവസാനം ഏത് പാത്രം ആരുടേന്ന് മനസ്സിലാവൂല. എന്റേതല്ലാത്ത കുറെ പാത്രങ്ങൾ ഈ വീട്ടിലുണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരേപോലെ ഇരിക്കുന്ന ഒരു 12 സെറ്റ് പാത്രം വാങ്ങിച്ചു. അതുകൊണ്ട് ഈ പാത്രം എവിടെ കണ്ടാലും എനിക്ക് തിരിച്ചറിയാം ഇനി ഇത് എന്റെ പാത്രമാണ്. ഇതൊക്കെ വെറുതെ ഒരു പ്രഹസനം കേട്ടോ, അവർക്കൊന്നും മനസ്സിലാവും. ചെറിയ സാധനങ്ങൾ എടുത്തു വെക്കാൻ, വലുതെടുത്ത് വെക്കാൻ, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളത്. അതെ, ഒരു ബ്ലാങ്കറ്റ്. ഇതൊരു
ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് മെയിൻലി ഈ ഒരു സ്പ്രിങ്ങിലും സമ്മറിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്ലാങ്കറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം ഇപ്പോൾ ഉള്ളതൊന്നും നമുക്ക് സ്പ്രിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റില്ല. വിന്ററിനൊക്കെ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് തണുക്കുകയും ചെയ്യും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതുണ്ട്, അതാണ് ഏറ്റവും മുകളിലിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ വെച്ചു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഗതി നമുക്ക് കയ്യിൽ വെക്കുന്ന നല്ലതല്ലേ. അപ്പം അങ്ങനെ ഇതൊരു ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ ആണ്. മുകളിലത്തെ നമ്മുടെ വാഷ് ബേസിന്റെ സൈഡിലുണ്ടായിരുന്ന മുകളിലുണ്ടായിരുന്ന സോപ്പ് ഡിസ്പെൻസർ കേട് വന്നു. അപ്പൊ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ സോപ്പിന്റെ പതകൾ വരുന്ന രീതിയിൽ ഒരു സാധാ സോപ്പ് എനിക്ക് സോപ്പും ഡിസ്പെൻസർ അതിൽ മെസ്സ് വരുന്നില്ലേ, എസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഞാൻ ഷുഷീന്ന് നേരം പോലെ പറയാൻ പഠിച്ചിട്ടില്ല, അറിയോ. ഷൂസ് ഒക്കെ ഇപ്പം അടുത്ത കാലഘട്ടത്തിലാണ് ഞാൻ പറയാൻ പഠിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഹ്യൂമിഡിഫയർ. ഇത് നമുക്ക് ഇന്ന് രാത്രി സെറ്റപ്പ് ചെയ്യാം. ഇത് വിഷ്ണു സെറ്റപ്പ് ചെയ്തോ, എനിക്ക് വയ്യ, കുറച്ചധികം പണിയുണ്ട്. കുറച്ച് അധികം ഒന്നുമില്ല, കുറച്ച് പണിയുണ്ട്, അത് വിഷ്ണു ചെയ്തോളൂ. നമ്മൾ വീട്ടില് ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഏരിയ കുറച്ച് പെയിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെക്കാനുള്ള 1-2 പെയിന്റിങ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ജലാന്തോ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട്. ഇവിടുത്തെ ഒരു സൈറ്റാണ് ജലാന്തോ. അപ്പൊ അവിടെ വലിയ തിരക്കേടില്ലാത്ത 1-2 പെയിന്റിങ് കണ്ടപ്പോ ഓർഡർ ചെയ്ത് നോക്കിയതാണ്. അപ്പോ ഇത് റിട്ടേൺ ചെയ്യണോ വേണ്ടതെന്നുള്ള സംശയമുള്ളതുകൊണ്ട് ഒന്ന് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു താഴെ. ഈ ഒരു പാക്കേജ് തുറന്നിട്ടില്ല, തിരക്കേടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. പെയിന്റിങ് ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഇത് വിഷ്ണു വന്നിട്ട് തുറക്കാം. പുള്ളിക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് നിർബന്ധങ്ങളുള്ളത്. നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഈ വീട്ടിൽ മാറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂമിൽ അല്ല, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ കർട്ടൺ ഞാനാണ് കളർ ചൂസ് ചെയ്തത്. അത് അന്ന് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ ആൾക്കാരത് വിടുമല്ലോ. 2 കൊല്ലമായി വിട്ടിട്ടില്ല. ഇപ്പോഴും ആ കർട്ടൺ മാറ്റാൻ നിൽക്കുകയാണ്. പെയിന്റ് നന്നായിട്ടില്ല, പെയിന്റിനായിട്ട് മാച്ചിങ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും വലിയ അഭിപ്രായം പറയാറില്ല. വിഷ്ണു തീരുമാനിച്ചിട്ട് ഇത് കയറി വരുന്ന സ്ഥലത്ത് നേരെ വരുന്ന ഈ ഒരു ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തൊരു പെയിന്റിംഗ് ആണ്. അവിടെ ഫുൾ വൈറ്റ് പെയിന്റ് ആക്കിയിട്ട് നമ്മുടെ ഇങ്ങനത്തെ സംഗതികൾ വോൾ ഡെക്കേഴ്സ് കുറച്ച് കളർഫുൾ ആക്കാന്നുള്ളൊരു തീമിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിന്റിങ് കണ്ടപ്പോൾ അത്യാവശ്യം ഭംഗി തോന്നിയപ്പോൾ ഓർഡർ ചെയ്തതാണ്. ഈ ഒരു പെയിന്റിങ്ങോട് കൂടെ നമ്മുടെ അൺബോക്സിങ് സെഷൻ ചെയ്തിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് തീർന്നു ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് ഒരു 20 മിനിറ്റ് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിനി ഈ ഏരിയ ഒന്ന് ക്ലിയർ ആക്കട്ടെ, ബോക്സസ് ഒക്കെ ഒന്ന് അടക്കി ഒതുക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് പോയി വന്നിട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ അത് വെട്ടി കുറയ്ക്കാൻ നോക്കിയിട്ടും എനിക്ക് 40 മിനിറ്റിൻ്റെ താഴേക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് നമുക്ക് കുറേ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നല്ല, നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് മോൻ വരുന്നതിൻ്റെ മുന്നേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വരുന്ന ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വേണമല്ലോ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി 1-2 ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിന് മുന്നേ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് തീർത്ത് വെക്കണം എന്നുണ്ട്. നമുക്ക് വീട് ഇങ്ങനെ കുറച്ച് വൃത്തിയാക്കി ഇരിക്കാൻ വേണ്ടി തോന്നുമല്ലോ പുതിയൊരാൾ വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു നെസ്റ്റിംഗ് ഫേസ് എന്ന് പറയില്ലേ, അതിലോട്ട് ഞാൻ പോലും അറിയാതെ നമ്മൾ 2 പേരും എൻ്റർ ആയതുപോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല ബിസിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മാസം കുറച്ചൊന്ന് സ്ലോ ആയിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. എല്ലാത്തിലും കൂടെ നമ്മൾ ഒരേപോലെ നിൽക്കാൻ നിന്നാൽ നമ്മൾ ടയർഡാവുമല്ലോ. അതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്കൊക്കെ നമ്മുടെ വീഡിയോസിൽ വരുന്നത്. ഈ ഒരു മാസത്തോടു കൂടെ അതൊന്ന് ഒതുക്കി നമുക്ക് വീണ്ടും പഴയതുപോലെ വീഡിയോസിൽ ആക്റ്റീവ് ആവാം. ഞാൻ ചെയ്യുന്നൊരു പണി മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഇതിനേക്കാളും ഇരട്ടി പണി വിഷ്ണുവും ഈ ഒരു പരിപാടിയിൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെ പുള്ളി ക്യാമറ ഇല്ലാതെ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ കാർഡ്ബോർഡൊക്കെ ഒന്ന് പരത്തി അടിച്ചമർത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാൻ വേണ്ടി എളുപ്പമായിരിക്കും. നമ്മുടെ മീൽ പ്ലാനർ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആമസോൺ നെതർലൻഡ്സിൻ്റെ ലിങ്ക് ആവുകൊണ്ട് വർക്ക് ആവണം എന്നില്ല. അപ്പോൾ സെയിം പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ട് ആമസോൺ ഇന്ത്യയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. വിഷ്ണു ഇവിടെ അമ്മയ്ക്കും അച്ഛനുമുള്ള ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിസ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ടിക്കറ്റ് നോക്കുക. കാരണം നമ്മൾ എടുക്കുന്ന പോലെ റാൻഡം ടിക്കറ്റ്സ് അവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. കുറച്ചും കൂടെ ട്രാവലിങ്ങിന് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ടിക്കറ്റ്സ് വേണം കിട്ടാൻ. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ കുറച്ച് നല്ല മണം, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഡിന്നർ കുക്ക് ചെയ്യുക അതിൻ്റെ മണമാണ്. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ നമ്മുടെ ഡിന്നർ വിഷ്ണു കുക്ക് ചെയ്യും കേട്ടോ. ഇന്ന് വിഷ്ണുവിൻ്റെ കുക്കിംഗ് ഡേ ആണ്. ഗീതുവിൻ്റെ കോള് വരാൻ കുറച്ച് ലേറ്റായി. കാറ് കയറിട്ട് പറയാം.
ഗീതുവിന്റെ കോള് വരാൻ നമുക്ക് കുറച്ച് ലേറ്റ് ആയി. കാരണം ആരി ഉണ്ട് അവിടെ. അമ്മുച്ചി സഞ്ചേട്ടനും കൂടെ പുറത്തു കൊണ്ടൊരു ആവശ്യമുണ്ട്. അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആരീനെ അവിടെ ആക്കിയിട്ടില്ല. അപ്പൊ അവർ തിരിച്ചെത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നോട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. നമുക്കിനി നേരെ ഗീതുവിന്റെ അങ്ങോട്ട് പോകാം. ഇവിടുന്ന് ഗീതുവിന്റെ അങ്ങോട്ട് 5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ കുറെ ഇങ്ങനെ ഹമ്പുള്ള റോഡാണ്, 30 റോഡാണ്. അതുകൊണ്ട് നല്ല സമയം എടുക്കും അങ്ങോട്ട് എത്താൻ. ഹലോ കാണണല്ല. അമ്മ എവിടെ പോയി? അമ്മേനെ കാണാനില്ല. ലഞ്ച് ബോക്സ് ഒക്കെ ഇട്ടാണ് ആരി വന്നേ. ആരിയും ഗീതും മാച്ചിങ് ആണല്ലോ. ആരി നിങ്ങൾ പ്ലാൻ ചെയ്തതാണോ ഇങ്ങനെ? അയ്യ ഗീതുവിനായിട്ട് മാച്ചിങ് വന്ന്. പോവാ ഗീതു. ഈ സൺലൈറ്റിൽ മുട കളർ ഡ്രസ് ഉണ്ടോ നോക്ക്. അലക്കിയിട്ട് ഒന്ന് അലക്കി എടുക്കാനുണ്ട്. നാട്ടിൽ പോയിട്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രതു തിരിച്ചു വരുമ്പോ ഗീതുവിന് പിന്നെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ള മട്ടൻ കറി ഉണ്ടാക്കുക. ഈ പ്രതു പോകുമ്പോ ഗീതു ഭയങ്കര അടിപൊളി മീട്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 2ാമത്തെ ദിവസത്തെ മിസ്സിംഗ് ഒക്കെ ആയിരുന്നു. പ്രതു എന്താ തിരിച്ചു വരുന്നൊക്കെ. ഇതൊന്നും നമ്മൾ പബ്ലിക്കലി പറയാൻ പാടില്ല. ഉള്ളിൽ അടക്കി വെക്കും, അല്ലെങ്കിൽ വില പോവും. ഗീതു പോണ്ട നാട്ടില് ജൂലൈയില്. പിന്നെ പ്രതുവിന്റെ അവസ്ഥ എന്താണാവോ? പ്രതു മിസ് ചെയ്യും. ഞാൻ പറയും. നമ്മൾ ഔത്തോറൻ വന്നിരിക്കുകയാണേ. അൻഷിഫയുടെ ഒരു സ്വന്തം കടയുണ്ട് ഇവിടെ. അപ്പൊ അൻഷിഫ വിളിച്ചു പറഞ്ഞാൽ ചിക്കനെ കട്ട് ചെയ്ത് വെക്കും. അപ്പൊ ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കും. ഗീതുവിന്റെ ഡൽഹിക്കാരി കഴിവ് മൊത്തം ഇവിടെ വന്നാൽ പുറത്തെടുക്കും. ഹിന്ദിയിൽ അങ്ങോട്ട് തകർക്കും. നല്ല മധുരമുള്ള മാങ്ങ കിട്ടും കേട്ടോ ഈ ഒരു സീസൺ ആകുമ്പോൾ ഇവിടെ. അപ്പോൾ അത് 2-3 എടുത്തു. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മളൊരു കടയിൽ വന്നാൽ എന്തെങ്കിലും 1-2 ഐറ്റം വാങ്ങിക്കുമല്ലോ. ഞാനും ഗീതും കൂടെ ഇവിടെ അടുത്ത് അതെ എന്ത് കഴിക്കാൻ വന്നാണ്? വടാപ്പാവും ഒരു ജൽജീരിയും കുടിക്കാൻ. ഫുഡ് കഴിക്കും എന്തായാലും. പക്ഷെ വിശന്നിട്ട് കഴിയാ. വിഷ്ണുവിനെ വിളിച്ച വിഷ്ണു കടലക്കറി ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗരം മസാല തപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുവരെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റും തോന്നുന്നില്ല. കാർ ലോക്കായതാ. ഗീത ഒരു ഡൽഹിക്കാരിയാണ്. ഡൽഹിക്കാരി എന്നല്ല, ഒരു മലയാളി ഡൽഹിക്കാരിയാണ്. ജനിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലാണ്. +2 വരെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലാണ് ഗീതു നാട്ടിലോട്ട് വന്നത്. അപ്പോഴാണ് മലയാളം കുറച്ച് ഫ്ലുവൻ്റ് ആയി പറഞ്ഞും പഠിച്ചും ഒക്കെ തുടങ്ങിയത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും എന്ത് അടിപൊളിയായിട്ടാണ് ഗീതു മലയാളം സംസാരിക്കുന്നതെന്ന്. ഒന്നെങ്കിൽ ആശാന്റെ തന്നത്ത് അല്ലെങ്കിൽ കളയ്ക്ക് പുറത്ത്. ആ രണ്ടിന് ഇവിടെ സൂര്യനെ അറിയുള്ളൂ. വിന്റർ ആയി കഴിഞ്ഞാൽ പുള്ളി കാണുന്നില്ല. സമ്മർ ആയി കഴിഞ്ഞാൽ രാത്രി 9 മണിയായിട്ട് ഏകദേശം സമയം 8:45. അണ്ണിക്ക് അടിച്ചിട്ട് ഗീതൊന്നും സൺഗ്ലാസ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ട് പൊളി. ചോദിക്കുന്നോ വരുന്നോ എന്റെ കൂടെ? ഗീത് വീട്ടിക്ക് വരുന്നില്ല. ഗീതിനെ ഒറ്റയ്ക്ക് നിക്കാൻ ഇത്ര ഇഷ്ടമുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒന്നും കൂടെ ആഞ്ഞു വിളിക്കുന്നോ? അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. ഞാൻ എന്താ പറയുക കാർഡ്ബോർഡ് ബോക്സ് ഒന്ന് എടുത്തിട്ട് നമ്മുടെ കാറിൽ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ വീടിൻ്റെ അകം ഇല്ലല്ലോ. ഇഷ്ടം ഇപ്പോൾ കുറച്ചായിട്ട് മിടുക്കനാണ് കേട്ടോ. ഭയങ്കര ക്ലീനിങ് ഒക്കെയാണ്. ഇന്ന് ഞാൻ ചെയ്ത് തീർക്കണം എന്ന് എഴുതി വെച്ചതിൽ ഈ ഒരു ഭാഗത്തെ ക്ലീനിങ്ങും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയും കൂടെ നമുക്ക് തീർക്കാം. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്ക് വിഷ്ണു നല്ല മിടുക്കനായി പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു വന്നതുകൊണ്ട് അത്ര വിശക്കുന്നില്ല. വിഷ്ണുവും എന്തൊക്കെയോ ബ്രെഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഡിന്നർ കുറച്ച് ലേറ്റാണ്. അപ്പോൾ നമുക്ക് പോയി കാർഡ്ബോർഡൊക്കെ കളഞ്ഞിട്ട് വരാം. നമ്മൾ വേസ്റ്റ് കളയാനുള്ള കാർഡ്ബോർഡ് ബോക്സ് എല്ലാം അടിച്ച് പഞ്ചറാക്കി പരത്തി കാറിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് പോയി കളഞ്ഞിട്ട് വരാം. ഇത്രയും കളയാനുള്ള സ്പേസ് ഉണ്ടായിരിക്കുമോ? നമുക്ക് വീടിന്ന് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞ് വന്നാലാണ് ഇങ്ങനെ കാർഡ്ബോർഡ് വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റിൻ്റെ സംഗതി ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ മുകളിൽ ഗ്രീൻ ആയതിൻ്റെ അർത്ഥം നമുക്ക് ഇതിൽ സ്റ്റിൽ ഇനിയും വേസ്റ്റ് പോകുന്നതാണ്. ഞാനൊന്ന് സഹായിക്കട്ടെ, കുറച്ചധികം ഉണ്ട്. സമയം രാത്രി 10-10:15 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കി നോക്കി ഇപ്പോഴും അത്യാവശ്യം വെളിച്ചമുണ്ട്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകും തോറും ഇനി മെല്ലെയാണ് ഇരുട്ടായി വരുള്ളൂ. സൺസെറ്റിൻ്റെ സമയം തന്നെ രാത്രി 9:45 ആവും. അധികം വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറുതായി ഡിന്നർ നമ്മൾ 2 പേരും ഒന്ന് കഴിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ നമ്മൾ ഹ്യൂമിഡിഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ലോകം മാറ്റി മറിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം എയർ ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ബെറ്റർ ആവുമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.